കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിരോഷിമ ദിന ക്വിസാണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഹിരോഷിമ ദിന ക്വിസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. നിങ്ങൾ ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സ്വദേശ് മെഗാ ക്വിസിൻ്റെയും അങ്ങനെ പല ആനുകാലിക വീഡിയോകളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അതൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ക്വിസ് ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ്? ഹിരോഷിമ. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ആറ്റം ബോംബിന്റെ വിനാശശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിന്റെ തലവൻ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ വാക്കുകളാണ് ഇത്. ആരുടേതാണ് ഈ വാക്കുകൾ? ഓപ്പൺഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത്? ഹിബാകുഷ. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിരോഷിമ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ക്യുഷു ദ്വീപുകൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ലോകത്താദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിനുപയോഗിച്ച അണുബോംബിന്റെ പേര്? ലിറ്റിൽ ബോയ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ്? ജപ്പാൻ. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ്. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? എനോള ഗേ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആര്? സുറ്റോമു യമഗുച്ചി. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത്? മാൻഹാട്ടൻ പ്രോജക്റ്റ്.
മൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ. ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ഫോടന ബാധിത ജനത. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പം. അണുബോംബിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത്? ദിവി സൂര്യ സഹസ്രസ്യ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ചു മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസാക്കി. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? AIOI ബ്രിഡ്ജ്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ W. ടിബറ്റ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ക്യാപ്റ്റൻ മേജർ സ്വീനി. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? പ്ലൂട്ടോണിയം 239. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരവും നീളവും എത്രയായിരുന്നു? 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം പറഞ്ഞിരിക്കുന്നവർ രൂപ, അമൃത ആൻഡ് അർച്ചന, അർജുൻ കൃഷ്ണ TH, ഹെഫിയ ഫാത്തിമ, ആദിത്, അൻഷിക P. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയത് ആരാണ്? ഇതിനുത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ.